ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നതായിരിക്കുന്ന വേദഭാഗം 31 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യമാണ്. വളരെ പ്രത്യാശ തരുന്ന, വളരെ ബലപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു വാക്യം. എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിൽ ആയിരിക്കുന്നു. എൻ്റെ കാലഗതികൾ, എൻ്റെ കാലം, എൻ്റെ മുൻപോട്ടുള്ള ഗതി എല്ലാം നിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, പലവിധമായിരിക്കുന്ന പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ അവിടെയൊക്കെ നാം കർത്താവിൻ്റെ കരത്തിൽ സുരക്ഷിതമാണെന്നുള്ള ബോധ്യം ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മെ ഭരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, കഷ്ടങ്ങൾ ജീവിതത്തിനകത്തുണ്ട്, എന്നാൽ ആ കഷ്ടങ്ങളിൽ നാം പതറരുതൊരിക്കലും. കണ്ണുനീര് ജീവിതത്തിനകത്തുണ്ട്, എന്നാൽ ആ കണ്ണുനീരിൽ നാം തളർന്നു പോകുവാനായിട്ട് പാടില്ല. കാരണം എന്താണ്? ദൈവം നമ്മോട് പറയുന്നു, ഞാൻ എന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണ്. ഹല്ലേലൂയ! ഞാൻ എന്നും നിന്റെ ദൈവമാണ്, നീ എന്നും എൻ്റേതാണ്. നിന്റെ വിശ്വാസം അതിന് ഭംഗം വരികയില്ല. അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ ഈ ഭൂമിയിൽ ചില നഷ്ടങ്ങളുണ്ട്, ആ നഷ്ടങ്ങളെല്ലാം ലാഭമാകും. എല്ലാ ദുഃഖങ്ങളും സന്തോഷമായി മാറുവാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. എന്നെ തകർക്കുവാനല്ല, എന്നെ മുടിച്ചു കളയുവാനല്ല, ഈ വേദനകളിൽ ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ, ഹല്ലേലൂയ, എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം. വളരെ പരിചിതമായിരിക്കുന്ന ഒരു പാട്ടാണല്ലോ. അതുകൊണ്ട് നിങ്ങളായിരിക്കും സ്ഥാനത്ത് ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. കഷ്ടങ്ങളിലും തളർന്നിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോദന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോദന. കഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ, ഹല്ലേലൂയ, നീ എന്നും എന്റേതാണ്. കഷ്ടങ്ങളുടെ നടുവിലൂടെയാണോ കടന്നു പോകുന്നത്?
ജീവിതത്തിൻ്റെ ചില ശോധനകളിലൂടെയാണോ കടന്നു പോകുന്നത്? നിങ്ങളായിരിക്കുന്ന സാഹചര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അറിയുന്ന സകലത്തിൻ്റെയും ഉടയവനായ ഒരു ദൈവമുണ്ട്. നിങ്ങളായിരിക്കുന്ന സ്ഥാനം അറിയുന്നു, സാഹചര്യം അറിയുന്നു, ചുറ്റുപാട് അറിയുന്നു, വേദനകൾ അറിയുന്നു, ഭാരങ്ങൾ അറിയുന്നു. ആ ദൈവം പറയുന്നു, പതറരുത്, തളരരുത്. നമ്മെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ ഈ ശോധനകളിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ നമ്മെ തകർക്കാനല്ല, നമ്മെ മുടിക്കുവാനല്ല. ഇങ്ങനെയാണെങ്കിൽ കർത്താവിനോട് നമുക്ക് ചേർന്നൊന്ന് പറയാമോ? ഇത്രമാത്രം എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവേ, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ഒന്നിനും കഴിയില്ലല്ലോ. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 31 അധ്യായത്തിലെ അതിൻ്റെ 15 വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. മൈ ടൈംസ് ആർ ഇൻ യോർ ഹാൻഡ്. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ ഈ പാട്ടെഴുതുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ അവിടെ കുറിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ 1-2 കാര്യങ്ങൾ ചേർത്ത് പറയട്ടെ. യഹൂദയിൽ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം, വാതിലുകളും ഓടാമ്പലും ഉള്ളതായിരിക്കുന്ന പട്ടണത്തിനകത്ത് വന്നു ചേർക്കപ്പെട്ടു എന്ന് പറയുന്ന കെയിലിയിൽ എത്തിച്ചേർന്നിരിക്കുന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ശൗല് സന്തോഷത്തോടെ വിളിച്ചു പറയുകയാണ്, ഇനിയും അവൻ പുറത്തേക്ക് പോകത്തില്ല. കാരണം വാതിലുകളും ഓടാമ്പലുമുള്ള ഒരു പട്ടണത്തിനകത്ത് അവൻ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ ഇനിയും പിടിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ദാവീദിനെ വളയേണ്ടതിന് ആളുകളെ വിളിച്ചുകൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം. എവിടെയാണിപ്പോൾ? മരുഭൂമിയിലെ ദുർഗങ്ങളിലാണ്. സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിലാണ്. ജീവിതത്തിൽ മാവോൻ മരുവിലെ സേലയിൽ ആ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിലാണ്. ഏൻഗതിയിലെ ദുർഗങ്ങളിലാണ് ഇപ്പോൾ താൻ പാർക്കുന്നത്. ചില പാറകളും ചില ദുർഗങ്ങളും ചില കോട്ടകളും അങ്ങനെ ലോകത്തിൻ്റെതായിരിക്കുന്ന ചില പ്രത്യേകമായിരിക്കുന്ന ക്രമീകരണത്തിനകത്ത് താൻ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദ് തന്നെ മനസ്സിലാക്കുന്നു, ഇവിടെയല്ല ശരണം, ഇവിടെയല്ല ആശ്രയം, ഇവിടെയല്ല തൻ്റെ ജീവിതത്തിൻ്റെ അഭയം എന്ന് പറയുന്നത്. നാളുകളായി തനിക്ക് അഭിഷേകം പ്രാപിച്ചു എന്നുള്ള സത്യം തനിക്കറിയാം. എന്നാൽ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള കാലമെന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ കരത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദാവീദ് പറയുകയാണ്, എൻ്റെ കാലവും എൻ്റെ ഗതിയും, the time and my way, എൻ്റെ കാലവും എൻ്റെ ഗതിയും എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന സാഹചര്യം സീൻ മരുഭൂമിയിലാണ്. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് സീഫ് മരുഭൂമിയിലാണ്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് മാവോൻ മരുവിലെ സേലായിലാണ്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് യഹൂദയിൽ പ്രത്യേകമായിരിക്കുന്ന ഫലസ്തീനയുടെ ആക്രമണത്തിന്റെ നടുവിലാണ്. ഓരോ നിമിഷവും എന്നെ പിടിക്കുവാൻ കടന്നു വരുന്ന ശൗലിന്റെ പ്രത്യേകമായിരിക്കുന്ന ആക്രോശത്തിന്റെ മുൻപിലാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. ഞാൻ വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ്. ഈ സാഹചര്യത്തിന്റെ നടുവിലാണ് ദാവീദ് ഉറപ്പായി പറയുകയാണ്, എൻ്റെ ജീവിതം, മൈ ലൈഫ്, മൈ ഫ്യൂച്ചർ, മൈ ഡെസ്റ്റിനേഷൻ, എൻ്റെ ജീവിതത്തിൻ്റെ സകലവും അവൻ്റെ കരത്തിലാകയാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ 4 കാര്യം ഈ ഭാഗത്ത് നിന്ന് വേഗത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭാഗം നമ്മൾ പഠിക്കുന്ന സമയത്ത് 4 കാര്യം നമുക്ക് തരുന്ന ചിന്തകൾ. ഒന്ന്, when he was looking down, താൻ താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ, ഞാനിങ്ങനെ കുറിച്ചു, മണ്ണ് എന്ന് പറയുന്നത്, താഴേക്ക് നോക്കുന്ന അനുഭവം എന്ന് പറയുന്നത് എപ്പോഴും പ്രശ്നസങ്കീർണമായിട്ടുള്ളൊരു അനുഭവമാണ്. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, ദൈവത്തോടു കൂടെ ചേരപ്പെടുവാൻ ആഗ്രഹിക്കുന്ന, നിത്യതയുടെ അനുഭവത്തിലേക്ക് ചേരുവാൻ ആഗ്രഹിക്കുന്ന ദൈവപൈതലെ, നാം ഈ ഭൂമിയിൽ ഈ മണ്ണിലായിരിക്കുന്നിടത്തോളം കാലം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, ഇത് കഷ്ടതകളുടെയും ഇത് രോഗങ്ങളുടെയും ഇത് വേദനകളുടെയും ഇത് പ്രതിസന്ധികളുടെയും ഒക്കെ നടുവിലായിരിക്കുന്ന സാഹചര്യമാണ്.
അപ്പോൾ ജീവിതത്തിൽ ദാവീദ് താഴോട്ട് നോക്കിയപ്പോൾ താൻ കണ്ട കാഴ്ച, അവിടെ തന്നോട് എതിർക്കുവാൻ, തന്നെ ബുദ്ധിമുട്ടിക്കുവാൻ, തന്നെ പരാജയപ്പെടുത്തുവാൻ, തന്നെ കൊന്നുകളയുവാൻ, തന്നെ പിടിക്കുവാനായിട്ട് കടന്നു വരുന്ന ഒരു കൂട്ടം ആളുകളും അതിന് നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന ശൗലുമാണെന്നുള്ളത് താൻ മനസ്സിലാക്കിയാണ്. ആ പ്രശ്നങ്ങൾ തന്നെ കൊണ്ടെത്തിച്ചത് ചില ദുർഗങ്ങളിലും ചില മരുഭൂമിയിലും ചില പ്രതിസന്ധികളിലുമാണ്. അവിടെ തന്നെ താൻ അഭയം പ്രാപിച്ചതായിരിക്കുന്ന സാഹചര്യത്തിന് നടുവിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആളുകൾ തന്നെ വിളിച്ചു കൂട്ടപ്പെട്ടവരായി തന്നെ പിടിച്ചു കൊടുക്കുവാൻ ഒരുങ്ങിയാണ്. 2, ചില സ്ഥലങ്ങളിലേക്ക് താൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ദാവീദ് ഉണ്ടെന്നുള്ളതായിരിക്കുന്ന വർത്തമാനം ശൗലിന്റെ ചെവിയിൽ എത്തിച്ചിട്ട് അവർ ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഞാൻ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ദാവീദിനെ കുറിച്ച് ചില എന്താ പറയുന്നത് ഇല്ലാത്ത സംഗതികളൊക്കെ വിളിച്ചു പറഞ്ഞ് ജനത്തിന്റെ ഇഷ്ടം പിടിച്ചു പറ്റുവാനായിട്ട് രാജാവായിരിക്കുന്ന ശൗല് ശ്രമിക്കുകയാണ്. അവൻ ഉപായി എന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യം പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ് ഇവിടെ ചില കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലർ എനിക്കെതിരെ കണികൾ ഒളിച്ചു വെച്ചിരിക്കുന്നു, അത് വലയുടെ രൂപത്തിൽ എന്നെ പിടിക്കപ്പെടുവാൻ ഒരുങ്ങുന്നു. 2, എൻ്റെ അരിഷ്ടത അത് വളരെയാകുന്നു. ഞാനിപ്പോൾ പ്രാണസങ്കടത്തിലായിരിക്കുന്നു. ശത്രു എന്നെ വിഴുങ്ങുവാൻ ഭാവിച്ചുകൊണ്ടിരിക്കുന്നു. നിന്ന എൻ്റെ മുൻപിൽ ധാരാളമായി കടന്നു വന്നിരിക്കുന്നു. ഞാൻ നിന്ദിതനായി തീർന്നു. ഞാൻ അതിനിന്ദിതനാണ്. ഞാൻ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ദേശത്തിനും ഞാനൊരു ഭയഹേതുവായി ഭവിച്ചിരിക്കുക. എന്നെ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയ ദൈവത്തിന്റെ മക്കളെ, ഇവിടെ ദാവീദ് കടന്നു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂലത്തിന് നടുവിലാണ്. ആ പ്രതിസന്ധിയെക്കുറിച്ച് ദാവീദ് പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഇവിടെ ലജ്ജിക്കപ്പെടുന്നതായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ, നിന്ദിതരാകുന്ന ചില സാഹചര്യങ്ങൾ, തള്ളപ്പെടുന്നതായിരിക്കുന്ന സാഹചര്യങ്ങൾ, ചിലരൊക്കെ വിട്ടേച്ച് ഓടിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ, ചിലരൊക്കെ നമ്മൾ മരിച്ചോ എന്നുള്ള രീതിയിൽ തന്നെ അവിടെ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ തള്ളിക്കളയുന്ന പ്രത്യേകമായ സാഹചര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. ചില കണികൾ വല പോലെ തനിക്കെതിരെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അരിഷ്ടത തന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നിരിക്കുകയാണ്. പ്രാണസങ്കടങ്ങൾ തന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നു. ശത്രു തന്നെ വിടുങ്ങുവാനായി ചുരുങ്ങുന്നു. അപ്പോൾ വളരെ പ്രതികൂലമായിരിക്കുന്ന ഒരു സാഹചര്യം. when he was looking down, താൻ താഴോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ തനിക്ക് വിവരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ ദാവീദ് കടന്നു പോവുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിനെ അതിൽ അയൽക്കാർക്ക്, മുഖപരിചയക്കാർക്ക്, ഈ സകല വൈരികളാൽ മാത്രമല്ല താൻ നിന്ദിതനായിത്തീരുന്നേ. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. വൈരികൾ ചിലപ്പോൾ നമ്മളെ നിന്ദിച്ചെന്ന് വരാം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, എൻ്റെ അയൽക്കാർക്ക് ഞാൻ ആദ്യം നിന്ദിതനായി തീർന്നിരിക്കുന്നു. എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചിരിക്കുന്നു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. ഈ ദാവീദിനെ കുറിച്ച് ശൗൽ എല്ലാ കഥകൾ പറയുമ്പോൾ നിന്ദിതനാക്കുന്ന സാഹചര്യം, എപ്പോൾ വേണമെങ്കിലും പിടിച്ചുകൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കുന്ന സുരക്ഷിതത്വമല്ലാത്തൊരു സാഹചര്യം. തീർന്നില്ല, തന്റെ ജീവിതത്തിന്റെ വഴിയാത്രയിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തന്നെ മറ്റൊരാളോടുകൂടെ പുറത്തു കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല അവർക്കും പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലർ എന്നെ വിട്ട് കണ്ടു കഴിയുമ്പോൾ ഓടിപ്പോകുന്ന ജീവിതത്തിൽ സാഹചര്യങ്ങൾ വളരെ പ്രയാസം. രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ കുറിച്ചു. when he was looking around, തന്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോൾ, ആ ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ അവിടെ കേൾക്കുന്ന? ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ജീവിതത്തിന്റെ സാഹചര്യം മാത്രമല്ല, when he was looking around, ചുറ്റും നോക്കുമ്പോൾ ചുറ്റും നിന്നും കേൾക്കുന്നത് ഭീതിയുടെ ചില അന്തരീക്ഷങ്ങളും ഭീതി നിറഞ്ഞ ചില ശബ്ദങ്ങളുമാണ് താൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. തന്നെ ബുദ്ധിമുട്ടിക്കുന്ന, തന്നെ പ്രയാസപ്പെടുത്തുന്ന ആളുകളുടെ നടുവിൽ ഇപ്പോൾ ചുറ്റും ഭീതി എന്ന അപശ്രുതിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. when he was looking around. ഞാൻ മുൻപോട്ട് പോകട്ടെ. എന്തിനാ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്നത്? ഇവിടെയാണ് ഒരു ദൈവ പൈതൽ ആരാണെന്ന് വെളിപ്പെടുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില ശോധനകളും വേദനകളും ഭാരങ്ങളും കടന്നു വരുമ്പോൾ
താഴേക്ക് നോക്കുവാനോ ചുറ്റുവട്ടത്ത് നോക്കുവാനോ അല്ല, മറിച്ച് എന്നിലേക്ക് നോക്കുവാനും എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയ ദൈവത്തിങ്കിലേക്ക് നോക്കുവാനുമാണ്. ഞാൻ ആ ഭാഗം മാത്രം ഒന്ന് സ്ട്രെസ് ചെയ്ത് ഇന്നത്തെ ചിന്തയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ദാവീദിനെ ചില വഴികളിലൂടെ, ചില ഗതികളിലൂടെ, ചില കാലങ്ങളിലൂടെ കടത്തിവിടുകയാണ്. ചില നാളുകൾക്ക് മുമ്പ് തന്റെ ജീവിതത്തിനകത്ത് ചില അനുഗ്രഹങ്ങളും നന്മകളും അഭിഷേകങ്ങളും ലഭിച്ചു. എന്നാൽ ഇപ്പോൾ അഭിഷേകം പ്രാപിച്ചവൻ ചില ദുർഗങ്ങളിലും വനങ്ങളിലും കാടുകളിലും മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, തന്റെ കാലങ്ങളും ഗതികളും ഒക്കെ വളരെ വേദനയും ഭാരവും ദുർഘടവും പ്രയാസവും നിറഞ്ഞ സാഹചര്യം. പക്ഷേ ഇതിന്റെ നടുവിൽ താൻ ചുറ്റുവട്ടത്തേക്ക് നോക്കിയപ്പോഴും താൻ താഴേക്ക് നോക്കിയപ്പോഴും തനിക്ക് കാണുവാൻ കഴിഞ്ഞത് പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും വേദനകളുടെയും സാഹചര്യങ്ങളാണ്. ചുറ്റും ഭീതി എന്ന അപശ്രുതികളാണ് താൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയുള്ള വഴികളിലൂടെ നമ്മളെ കടത്തിവിടുന്നത്? ദൈവത്തിന് ചിലത് നമ്മളെ പഠിപ്പിക്കുവാനായിട്ടുണ്ട്. God wants to teach us. എന്താണ് ദൈവത്തിന് നമ്മെ പഠിപ്പിക്കാനായിട്ടുള്ളത്? ഒന്ന്, നാം നമ്മിലേക്ക് തന്നെ നോക്കണം. എന്തിനാണ് നാം നമ്മിലേക്ക് നോക്കുന്നത്? നാം നമ്മിലേക്ക് നോക്കുമ്പോൾ ഇവിടെ സംഗീതക്കാരൻ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ എന്താണ് അതിന്റെ 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? എന്റെ അകൃത്യം നിമിത്തം. ജീവിതത്തിന് ചില പ്രതികൂലങ്ങൾ എന്തിനാണെന്നറിയാം? നാം നമ്മെ തന്നെ ഒന്ന് നോക്കി നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ ദൈവം തരുന്ന സമയമാണ്. ഞാനിപ്പോഴും പറയുന്ന ഒരു കൊച്ചു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എല്ലാ തിരിച്ചറിവുകളും തിരിച്ചു വരവിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഒന്നുകൂടി ഞാൻ വാക്ക് പറയട്ടെ. എല്ലാ തിരിച്ചറിവുകളും ദൈവത്തിന്റെ അരികിലേക്ക് ഒരുക്കപ്പെട്ടവനായി, പുതുക്കപ്പെട്ടവനായി, രൂപാന്തരപ്പെട്ടവനായി, ഏറ്റുപറഞ്ഞവനായി, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടവനായി വരുവാനുള്ള ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ഒരു തിരിവാണ്. ഇറ്റ്സ് എ ടേണിംഗ് പോയിന്റ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് വേറെ ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ കഷ്ടത്തിലായത് നന്നായി. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? ആര് പറയും അങ്ങനെ? അപ്പോൾ ഈ ദാവീദ് തന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? പ്രതിസന്ധി എങ്ങനെയാണ് കാണുന്നത്? തന്റെ ദുർഖങ്ങളും തന്റെ മരുഭൂമികളും തന്റെ വനാന്തരങ്ങളും തന്റെ ജീവിതങ്ങളും തന്റെ പ്രതിസന്ധികളും അപശ്രുതികളും ഭീതികളും ഒക്കെ താൻ എങ്ങനെയാണ് കാണുന്നത്? ഹി ടുക്ക് ഇറ്റ് ആസ് എ പോസിറ്റീവ്. ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കളെ, ഒരു ദൈവ പൈതൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ പോസിറ്റീവായി കാണണം. എന്തുകൊണ്ടാണ് പോസിറ്റീവായി കാണണം എന്ന് പറയുന്നത്? ഒന്ന്, എന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ, എന്നെ പുതുക്കിയെടുക്കുവാൻ, ദൈവത്തിന് കൊള്ളാകുന്ന മാനപാത്രമാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ എന്നെ അങ്ങനെ ഒരുക്കുന്ന വൻകൃപയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ നാളുകളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 കാര്യം എന്റെ മനസ്സിൽ പെട്ടെന്ന് വരികയുണ്ടായി. ഒന്ന്, സ്വർണം എന്ന് പറയുന്നത് അത് വിലയേറിയതാണ്. ചിലർ അണിയുന്നു, ചിലർ അണിയുന്നില്ല. എന്നാൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കറൻസി ഒരുക്കപ്പെടുമ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള സ്വർണമാണ് അവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കുന്ന സ്വർണം അത് വിലയേറിയതാണ്, അതുകൊണ്ടാണ് അത് മൂല്യമുള്ളത്. എന്നാൽ അത് വിലയില്ലാത്തതായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ലോകത്തിന്റെ പ്രഭുവും ലോകത്തിന്റെ കാര്യങ്ങൾക്കും അത് പ്രാധാന്യമാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു ആത്മീക സത്യം അതിനകത്തുനിന്ന് ഞാൻ പറയട്ടെ. ഒന്ന്, ഈ സ്വർണം അത് ഖനനം ചെയ്ത് ഉയർത്തപ്പെട്ടെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ഇതായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മണ്ണിനോട് ചേർന്നിരിക്കുകയാണ്. ഈ മണ്ണിൽ നിന്ന് ഇത് ഖനനം ചെയ്ത് ഉയർത്തപ്പെടണം. 2, ഉയർത്തപ്പെട്ടതായി ഈ സ്വർണം ഉരുക്കപ്പെടണം. ഇറ്റ് മസ്റ്റ് ബി മെൽറ്റഡ്. അത് ഉരുക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും യോജിച്ചതായ രീതിയിൽ അത് ഉരുക്കപ്പെടുമ്പോൾ ചിലതൊക്കെ പോകും കേട്ടോ. ചില കീടങ്ങൾ പോകേണ്ടതായിട്ട് വരും. ചില സാഹചര്യങ്ങളിൽ അത് ഉരുക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ കടച്ചു വിടുമ്പോൾ അവിടെ ദൈവം തമ്പുരാൻ അതിനെ ഉരുക്കി മെൽറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ആവശ്യമില്ലാത്തതും സ്വർണമല്ലാത്തതെല്ലാം ഉരുക്കപ്പെടുമ്പോൾ ഇല്ലാതെയായി തീരുകയാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, ഉയർത്തപ്പെടണം. ഇറ്റ് മസ്റ്റ് ബി ലിഫ്റ്റഡ്. 2, അത് ഉരുക്കപ്പെടണം. ഇറ്റ് മസ്റ്റ് ബി മെൽറ്റഡ്. 3, അത് ഇടയ്ക്കിടയ്ക്ക് ഉരയ്ക്കപ്പെടണം. എന്തിനാ സ്വർണം ഉരയ്ക്കുന്നേ? അതിൻ്റെ മാറ്റ് ഒന്നറിയാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അതിൻ്റെ മാറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനും, ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ മഹത്വം ഒന്ന് രുചിച്ചറിയാൻ വേണ്ടിയാ.
അപ്പോൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു നോക്കിയ ദാവീദേ, യു ആർ ദി അനോയിന്റഡ് വൺ. നീ അഭിഷേകം പ്രാപിച്ചവനാണ്. നിന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവരുടെ നടുവിൽ വെച്ച് തന്നെ രാജാവായിട്ട് നിന്നെ അഭിഷേകം ചെയ്ത് മാറ്റിയത്. പക്ഷേ there is a time, ഒരു സമയം അവിടെ മാറ്റിവെച്ചിരിക്കുക, ഒരു കാലം അവിടെ ഒരുക്കപ്പെട്ടിരിക്കുക. എന്തിനാണ് ഈ കാലം എന്ന് പറയുന്നത്? നിന്നെ മോൾഡ് ചെയ്ത് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. സ്തോത്രം. രാജ്യത്തിന്റെ പദവിയിലേക്ക് നിന്നെ ഇരുത്തുന്നതിന് മുൻപ് ശ്രദ്ധിച്ചാട്ടെ ദൈവത്തിന്റെ മക്കളെ, ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം, ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈമിൽ he has chosen me. ദൈവം എന്നെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. he has anointed in his time. അവന്റെ സമയത്ത് എന്നെ അഭിഷേകം ചെയ്തതിനായി സ്തോത്രം. എന്നാൽ രാജസ്ഥാനത്തേക്ക് എന്നെ ഉയർത്തുന്നതിന് മുൻപേ ഹല്ലേലൂയ എനിക്ക് വേണ്ടി നിത്യതയിൽ ദൈവം തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന അവകാശങ്ങളും ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും എനിക്കായി അവൻ തരുന്നതിന് മുന്നമേ എന്നെ ഒരു കാലത്തിൽ ഹല്ലേലൂയ അവൻ ഒരുക്കപ്പെട്ടവനായി ഉരയ്ക്കപ്പെട്ടവനായി എന്നെ തമ്പുരാൻ ഏറ്റവും മാറ്റുള്ളവനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. He is making me perfect. He is making me perfect. അത് മനസ്സിലാക്കിയ ദാവീദ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. എൻ്റെ അകൃത്യം, ഇപ്പോൾ എൻ്റെ കണ്ണിന് പ്രയാസമുണ്ട്, എൻ്റെ പ്രാണന് പ്രയാസമുണ്ട്, എൻ്റെ ഉദരത്തിന് പ്രയാസമുണ്ട്. ഹല്ലേലൂയ. അതിന് മുകളിൽ പറയുന്നു എനിക്ക് ദുഃഖമുണ്ട്, എൻ്റെ സംവത്സരങ്ങൾ ഞാൻ നെടുവീർപ്പോടെ കഴിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് അതിൻ്റെ കാരണം? ഇറ്റ് ഈസ് ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം. ദൈവത്തിന്റെ സമയത്ത് ഹി ഈസ് ഇന്റർവീനിങ്. ദൈവം എന്നോട് ഇടപെട്ട് പറയുകയാണ്, എൻ്റെ അകൃത്യം നിമിത്തം. ഈ രാവിലെ ജീവിതത്തിന്റെ സാധനങ്ങളും ജീവിതത്തിന്റെ ഭാരങ്ങളും ജീവിതത്തിന്റെ പ്രയാസങ്ങളും ദൈവം ഇടപെടുന്നതാണെന്നും എന്നെ അല്പം കൂടെ ഒന്ന് ഒരുക്കി പെർഫെക്റ്റ് ആക്കാൻ ദൈവം തരുന്ന വഴിയാണെന്ന് കണ്ടെത്താൻ കഴിയുമോ? ഒരു സമയത്ത് ദാവീദ് ഇങ്ങനെ ചിന്തിച്ചു എന്ന 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന്. ശ്രദ്ധിച്ചോ ദൈവത്തിന്റെ മക്കളെ, ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന്, എൻ്റെ അകൃത്യം എൻ്റെ ബലം ക്ഷയിപ്പിച്ചെന്ന് മാത്രമല്ല, എൻ്റെ അകൃത്യം എന്നെ ക്ഷീണിപ്പിച്ചെന്ന് മാത്രമല്ല, എൻ്റെ അകൃത്യം എൻ്റെ അസ്ഥികളെ ക്ഷയിപ്പിച്ചെന്ന് മാത്രമല്ല, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ തോന്നിയ ഒരു കാര്യമുണ്ട്. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. ദൈവത്താൽ കൈവിടപ്പെട്ടു പോയോ എന്നൊരു സംശയിക്കണ്ട കേട്ടോ. അടുത്ത വാക്യം നോക്കിക്കേ. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, ഞാൻ എന്നെ തന്നെ നോക്കി, ഉടനെ തന്നെ look to the Lord, ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കി. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പഠിപ്പിച്ചൊരു പാഠമുണ്ട് കേട്ടോ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അപ്പോൾ നോക്കിക്കേ ദൈവത്തിന്റെ മക്കളെ, ആ ഒരു പ്രോസസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് നോക്കിക്കേ. ജീവിതത്തിനകത്ത് അകൃത്യം ബലം ക്ഷയിക്കുവാൻ കാരണമായി, അകൃത്യം ജീവിതത്തിന്റെ അസ്ഥികൾക്ക് ക്ഷയിക്കുവാൻ കാരണമായി. ഈ ജീവിതത്തിന്റെ കുറവുകൾ ഒരു സെക്കൻഡ് ദൈവത്താൽ കൈവിടപ്പെട്ടു പോയോ എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നാൽ ആ തോന്നലുകളുടെ നടുവിൽ ഞാൻ യഹോവയുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചപേക്ഷിച്ചപ്പോൾ യഹോവ എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ പ്രാർത്ഥന കേട്ടു. ഉടനെ അവൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യം എന്നാണെന്നറിയോ? ഞാൻ വിശ്വസ്തന്മാരെ കാക്കുന്നവനാണ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസ്തന്മാരെ കാക്കുന്നവനാണ്. അപ്പോൾ ദൈവം ഇന്ന് രാവിലെ നമ്മളോട് പറയുന്ന ഒരു സന്ദേശം എന്നാണെന്നറിയാമോ? ദൈവത്താൽ കാക്കപ്പെടുവാൻ എൻ്റെ വിശ്വസ്തത ഇന്ന് രാവിലെ ചോദ്യം ചെയ്യണം. എന്തിനാ ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പിൽ ദൈവം തന്നിരിക്കുന്നത്? എന്റെ വിശ്വസ്തതയ്ക്ക് അതിന്റെ അളവുകോൽ എന്താണ്? ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനമാണ് എന്റെ ഫെയ്ത്ത്ഫുൾനെസിന്റെ അളവുകോൽ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. സ്തോത്രം. ഇപ്പോൾ അവൻ എവിടേക്ക് നോക്കിയെന്നറിയാമോ? മണ്ണിലേക്ക് നോക്കിയപ്പോൾ പ്രശ്നങ്ങളുടെ നടുവിൽ, ചുറ്റുവട്ടത്തേക്ക് നോക്കിയപ്പോൾ ഭീതിയുടെ നടുവിൽ, തന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ണുനീരിന്റെ നടുവിൽ. എന്താ കാരണം? തൻ്റെ അകൃത്യം, തൻ്റെ കുറവുകൾ, തൻ്റെ പോരായ്മകൾ, തൻ്റെ ബലഹീനതകൾ, തൻ്റെ പ്രയാസങ്ങൾ താൻ മനസ്സിലാക്കിയ ആ സാഹചര്യത്തിൽ താൻ എവിടേക്ക് നോക്കിയെന്നറിയാമോ? യഹോവയുടെ മുഖത്തേക്ക് നോക്കി.
എന്താ ദാവീദേ ഈ പ്രതികൂലത്തിൽ നീ യഹോവയുടെ മുഖത്തേക്ക് നോക്കിയത്? കാരണം എൻ്റെ കാലഗതികൾ അവൻ്റെ കയ്യിൽ ഇരിക്കുന്നു. രണ്ടേ കാര്യം ഞാൻ അവിടുന്ന് ഓർപ്പിക്കട്ടെ. എൻ്റെ കാലഗതികൾ അവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഒന്ന്, എൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്കും എൻ്റെ ജീവിതത്തിൻ്റെ തിന്മയ്ക്കും, ഓർത്താട്ടെ ദൈവത്തിൻ്റെ മക്കളെ, എൻ്റെ ജീവിതത്തിൻ്റെ നന്മയും അവൻ്റെ കരച്ചിലാണ്, എൻ്റെ ജീവിതത്തിൻ്റെ തിന്മയും അവൻ്റെ കരച്ചിലാണ്. ഇതിൻ്റെ ഇൻബിറ്റ്വീൻ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി, ഒന്നുകൂടെ ശ്രദ്ധിച്ചാണ് ഞാൻ പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ നന്മ അവൻ്റെ കരത്തിലാണ്, എൻ്റെ ജീവിതത്തിൻ്റെ തിന്മ അവൻ്റെ കരച്ചിലാണ്. എൻ്റെ ബെസ്റ്റും എൻ്റെ വേസ്റ്റും. ഈ ബെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും ഇടയിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാനെന്ന മനുഷ്യൻ എന്നെ തന്നെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഞാനെന്ന മനുഷ്യൻ കുറവുകളുടെ നടുവിൽ, ബലഹീനതകളുടെ നടുവിൽ, ഇവിടെ വായിച്ചതുപോലെ അകൃത്യങ്ങളുടെ നടുവിൽ കമ്മിറ്റഡായി അവൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുമ്പോൾ എൻ്റെ കാലഗതികൾ അവൻ മനോഹരമാക്കി മാറ്റാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു കൊച്ചു വരി കുറിച്ച്, ഇൻ ഹിസ് ടൈം ഹി മേക്സ് ഓൾ തിങ്സ് ബ്യൂട്ടിഫുൾ. ഹി മേക്സ് ഓൾ തിങ്സ് ബ്യൂട്ടിഫുൾ. ആ മനോഹരമായത് ഞാൻ പ്രാപിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ രൂപാന്തരത്തിനായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നോക്കിക്കേ, when he was looking up, അവൻ ഉയരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് വഴികൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഒന്ന്, അവിടെ എഴുതിയിരിക്കുന്നു, നീതിയുള്ള ദൈവം, ദയയുള്ള ദൈവം, കൃപയുള്ള ദൈവം, നന്മയുള്ള ദൈവം. ഹല്ലേലൂയ. എവിടേക്കാണ് ഞാൻ നോക്കുന്നത്? ചുറ്റും ഭീതിയുടെ നടുവിലേക്കല്ല നോക്കുന്നത്, പ്രശ്നങ്ങളുടെ ഹല്ലേലൂയ മണ്ണിലേക്കല്ല ഞാൻ നോക്കുന്നത്. കുറവുകൾ നിറഞ്ഞ ഈ സാഹചര്യത്തിൽ എനിക്ക് നോക്കുവാൻ ഒറ്റയിടമേ ഉള്ളൂ. നീതിയുള്ളവന്റെ മുഖത്തേക്ക്, നന്മയുള്ളവന്റെ മുഖത്തേക്ക്, ദയയുള്ളവന്റെ മുഖത്തേക്ക്, കൃപയുള്ളവന്റെ മുഖത്തേക്ക്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ നീ എന്നെ വിശാലതയിൽ ഇരുത്തുന്ന ദൈവമാണ്. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ നീ എന്നെ കാക്കുന്ന ദൈവമാണ്. ഞാൻ അങ്ങനെ നിന്നെ നോക്കുമ്പോൾ നീ എന്നെ ലക്ഷിക്കാൻ സമ്മതിക്കുന്ന ദൈവമല്ല. ഞാൻ അങ്ങനെ നിന്നെ നോക്കുമ്പോൾ നിന്റെ ദുഃഖങ്ങളിൽ എന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ വലിയ നന്മ നീ എന്നെ കാണിക്കുന്ന ദൈവമാണ്. ഈ സങ്കീർത്തനം അങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്. അവൾ ഒന്ന്, എന്തുകൊണ്ടാണ് അവന്റെ മുഖത്തേക്ക് നോക്കുന്നത്? എൻ്റെ ജീവിതം, എൻ്റെ കാലഗതികൾ അവന്റെ കരത്തിൽ സുരക്ഷിതമാണെന്ന് മാത്രമല്ല, ഞാൻ നോക്കുന്ന ദൈവം, ഞാൻ ഇരിക്കുന്ന എൻ്റെ ദൈവം, അവൻ ആരാണെന്നറിയാമോ? ദയുള്ളവനും നന്മയുള്ളവനും കരുണയുള്ളവനും കൃപയുള്ളവനും നീതിയുള്ളവനുമാണ്. ഇവിടെ സംഗീതക്കാരൻ പറഞ്ഞു, നിന്റെ ദയയാൽ എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. അത് കഴിഞ്ഞിട്ട് ആ ദൈവത്തെക്കുറിച്ച് പറയുന്നു, എൻ്റെ പാറയെ, ഉറപ്പുള്ള പാറയെ, എൻ്റെ കോട്ടയെ. ഹല്ലേലൂയ. നീ എൻ്റെ പാറയെ, നീ എൻ്റെ ദുർഗമാകുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം എന്നാണെന്നറിയാമോ? ഐ ആം ഇൻ ഹിസ് സേഫ് ഹാൻഡ്. ഞാൻ അവൻ്റെ സുരക്ഷിതമായ കരത്തിലാകിയാൽ സ്തോത്രം. എൻ്റെ മുൻപോട്ടുള്ള സകലത്തിൻ്റെയും നിയന്ത്രണം അവൻ്റെ കരത്തിലാണ്. അവൻ സകലവും നന്മയായി, കരുണയായി, കൃപയായി ചെയ്യുന്ന ദൈവമാണ്. ആ ബലമുള്ളവൻ്റെ കരത്തിലേക്ക് ഞാൻ കൊടുത്തിരിക്കുമ്പോൾ, ആ നിയന്ത്രിക്കുന്നവൻ്റെ കരത്തിൽ എൻ്റെ ജീവിതം കൊടുത്തിരിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന മരുഭൂമി അതൊരു മരുഭൂമിയല്ല. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ദുർഖം അതൊരു ദുർഖമല്ല. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യം അത് പ്രയാസങ്ങളുടെ ഇടമല്ല. That is the place where God is molding me. That is the place where God is making me perfect. ആ സ്ഥലം എൻ്റെ ദൈവം എന്നെ ഒരുക്കുന്ന സ്ഥലമാകിയാൽ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവൻ്റെ കരത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ മുൻപോട്ടുള്ളതിനെ കുറിച്ച് എനിക്ക് ഭാരമില്ല. എൻ്റെ കാലവും എൻ്റെ മുൻപോട്ടുള്ള ഗതിയും അവൻ്റെ കയ്യിലിരിക്കുന്നതിനായി സ്തോത്രം. In his time he makes all things beautiful. ഇപ്പോഴത്തെ മരുഭൂമി ഉണ്ടല്ലോ, അത് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാക്കുവാൻ അവന് കഴിയും.
ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം ഇങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ 3 കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. ഒന്ന്, മൊർദെഖായിയെ, നിന്നെ മറക്കുന്ന ഒരു ദൈവമല്ല സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ. ഹാമാനെ, നീ ഒരിക്കൽ പദ്ധതികൾ അറിയാത്ത ദൈവമല്ല സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ. യോസേഫേ, നിനക്ക് സ്വപ്നം തന്നത് മറന്നു പോകുന്നവനല്ല സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ. ദാവീദേ, സഹോദരന്മാരുടെ നടുവിൽ വെച്ച് നിന്നെ അഭിഷേകം ചെയ്തത് മറന്നു പോകുന്ന ദൈവമല്ല, അവന്റെ ടൈം ഷെഡ്യൂളിൽ അത് ക്രമീകരിച്ചിരിക്കുന്നതിനായി സ്തോത്രം. താമസിച്ചു എന്ന് ചിലർക്ക് തോന്നുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, ഗോഡ്സ് ടൈം ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം. ദൈവത്തിൻ്റെ സമയമുണ്ടല്ലോ. നേരത്തെ വരുമെന്ന് ഓർത്ത് സന്തോഷിക്കേണ്ട, താമസിക്കുമെന്ന് ഓർത്ത് വേദനിക്കുകയും വേണ്ട. നേരത്തെ വരുമെന്ന് ഓർത്ത് സന്തോഷിക്കേണ്ട, നിങ്ങൾ കുറിച്ചു വെച്ചോ. താമസിക്കുമെന്ന് ഓർത്ത് വേദനിക്കുകയും വേണ്ട. ഗോഡ്സ് ടൈം ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം. ദൈവത്തിൻ്റെ സമയമുണ്ടല്ലോ. ഇത്രമാത്രം കൃത്യതയോടെ ഇടപെടുന്ന ഒരു സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ. ആമേൻ. ഒരു നിമിഷം അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞതൊന്ന് തിരിച്ചു പറയട്ടെ. ഒരു ദിവസം അഹസ്വേരോശ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുവാൻ കഴിയുന്നില്ല. വെപ്പാട്ടികളെ അദ്ദേഹത്തിൻ്റെ അരമനയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ തനിക്ക് ഉറക്കം വരുവാൻ കഴിയുന്നില്ല. ആ ഉറക്കം വരാത്ത സാഹചര്യത്തിൽ താൻ പറയുകയാണ്, ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിക്കുവാൻ. രാജാക്കന്മാരും അവരുടെ ചരിത്രങ്ങളും അതിൻ്റെ വർത്തമാന കാലത്തിനകത്ത് കുറിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ ഇങ്ങനെ വായിക്കുകയുണ്ടായി. എൻ്റെ ഒരു ഭാവനയിൽ ഞാൻ പറയട്ടെ. ഒരു ദിവസം രാജാവിനെ കൊല്ലുവാനായി ക്രമീകരിക്കപ്പെട്ടതായിരിക്കുന്ന 2 പേർ അവരുടെ പദ്ധതികൾ ഒരുക്കി കഴിഞ്ഞപ്പോൾ, അവരുടെ പ്ലാനുകൾ ഒരുക്കി കഴിഞ്ഞപ്പോൾ, യഹൂദനായിരിക്കുന്ന മൊർദെഖായി എന്ന് പറയുന്ന വാതിൽ കാവൽക്കാരൻ അത് കേൾക്കുകയും തക്ക സമയത്ത് രാജാവിനെ അറിയിക്കുകയും രാജാവിന്റെ ജീവൻ അപായപ്പെടാതെ വണ്ണം സൂക്ഷിക്കപ്പെടുകയും ചെയ്തു. രാജാവ് പറഞ്ഞു, നിർത്തിക്കുക അവിടെ. ദിനവൃത്താന്ത പുസ്തകം വായിച്ചു കൊണ്ടിരുന്നവർ നിർത്തി. രാജാവെ, എന്ത് പറ്റി? ഉടനെ ചോദിച്ചു, ആ മനുഷ്യന് നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ പറഞ്ഞു, ആ മനുഷ്യന് ഒന്നും ചെയ്തതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഒന്നാമതുണ്ടാകേണ്ടത്. ഇതേ സമയത്ത് തന്നെ ഞാൻ മുൻപിൽ പറഞ്ഞതുപോലെ ഹാമാൻ എന്ന് പറഞ്ഞ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ യഹൂദനായിരിക്കുന്ന മൊർദെഖായിയുടെ ജീവിതത്തിന്റെ ചില പ്രവർത്തികൾ അദ്ദേഹത്തെ വേദനിപ്പിക്കുകയും അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഒരു കഴുമരമുണ്ടാക്കി അവനെ കൊല്ലുവാനുള്ള പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴുമരത്തിന്റെ നീളം കൂട്ടുവാനായിട്ട് ചിലപ്പോൾ ഹാമാന് കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ആ കഴുമരത്തിൽ ആരെ തൂക്കണമെന്ന് കാലഗതികൾ നിയന്ത്രിക്കുന്ന സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ, കാലവും ഗതിയും ഒരുപോലെ നിയന്ത്രിക്കുന്ന സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ആരെ തൂക്കണമെന്ന്, ഹീ ഈസ് ദ ഫൈനൽ, അവനാണ് കേട്ടോ. ഹീ ഈസ് ദ ഫൈനൽ. അവസാനത്തെ തീർപ്പ് കൽപ്പിക്കുന്നത് അവനാണ്. 30 ദിവസത്തേക്ക് എഴുതിയിരിക്കുന്നതായിരിക്കുന്ന രാജാവിന്റെ കൽപ്പനകൾ, മേത്യരുടെയും പാർസ്യരുടെയും നീക്കം വരാത്തതായിരിക്കുന്ന നിയമം രാജാവിന്റെ സിഗ്നേച്ചറോടുകൂടെ ക്രമീകരിച്ചുവെങ്കിൽ 30 ദിവസത്തേക്കുള്ളതായിരിക്കുന്ന ആ തീർപ്പുണ്ടല്ലോ, ഒറ്റ രാത്രി കൊണ്ട് മാറ്റുവാൻ കഴിയുന്ന കാലഗതികളെ നിയന്ത്രിക്കുന്ന സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ. ഈ രാവിലെ ദൈവത്തിന്റെ വൈതലേ, അവൻ ദാനിയേലിന്റെ മാത്രം ദൈവമല്ല, ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന സഹോദര, നിന്റെയും ദൈവമാണ്. ജീവിതത്തിന്റെ വേദനയിലൂടെ കടന്നു പോകുന്ന ദൈവവൈതലേ, നിന്റെയും ദൈവമാണ്. എന്റെ ദൈവമെന്ന് എത്ര പ്രാവശ്യം സങ്കീർത്തനത്തിൽ 31 പറഞ്ഞു. ഒന്ന് കുറിച്ചൊന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കിക്കേ. എന്റെ ദൈവം, ഹല്ലേലൂയ, നീ എന്റെ ദൈവം, നീ എന്റെ പാറ, നീ എന്റെ ഉറപ്പുള്ള കോട്ട, നീ എന്റെ ദുർഗം, നിന്റെ ദയ, നിന്റെ കരുണ, നിന്റെ കൃപ, നിന്റെ നീതി. അപ്പോൾ ദൈവത്തോടുള്ള പേഴ്സണൽ ബന്ധത്തിൽ പറയുകയാണ്. ആ ദൈവത്തിന്റെ നിയന്ത്രണം അഹസ്വേരോശ് രാജാവിന്റെ കൊട്ടാരത്തിൽ അന്ന് രാത്രി ഉറക്കമില്ലായ്മയിലേക്ക് നയിച്ചുവെങ്കിൽ രാജാവ് പറഞ്ഞു, നാളെ അവന് വേണ്ട ക്രമീകരണം ഒരുക്കണം. പിറ്റേനാൾ വലിയ പദ്ധതികളുമായി, ചില ഗതികളുമായി, ചില പ്ലാനുകളുമായി ഹാമാൻ കൊട്ടാരത്തിലേക്ക് കയറി വരുമ്പോൾ രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. രാജാവ് ബഹുമാനിക്കാൻ പോകുന്ന മനുഷ്യനെ എന്ത് ചെയ്യണം? ഹാമാന് തന്നേക്കാൾ യോഗ്യനായി ബഹുമാനിക്കപ്പെടുവാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, രാജാവേ, രാജാവിൻ്റെ രഥത്തിൽ കയറ്റി രാജാവിന് വിലപ്പെട്ട ഒരു മനുഷ്യനെ കൊണ്ട് വിളിച്ചു പറയണം. അവനെ രാജാവിന്റെ രഥത്തിൽ കൊണ്ടുപോകുമ്പോൾ വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിക്കാൻ പോകുന്ന മനുഷ്യനെ ഇങ്ങനെ 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 ചെയ്യും. ഞാൻ എൻ്റെ ഒരു ഭാവനയിൽ പറയട്ടെ, ദൈവത്തിൻ്റെ സമയം നേരത്തെ അല്ല കേട്ടോ. ദൈവത്തിൻ്റെ സമയം കൃത്യമാണ്. അന്ന് രാത്രിയിൽ ഹാമാന്റെ ഭവനത്തിൽ ഉയർത്തപ്പെട്ട കഴുമരം
ആ കഴുമരത്തിനനുസരിച്ച് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ക്രമീകരിച്ചത്. ആ രാത്രിയിൽ ഉറക്കം കൊടുക്കാതെ വണ്ണം അഹശ്വേരോശ് രാജാവിനെ ഹല്ലേലൂയ പട്ടുമെത്തയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ദൈവം ഇന്ന് രാവിലെ ദൈവത്തിന്റെ പൈതലേ, നിന്റെ കാലഗതികൾ അവന്റെ കയ്യിൽ ഉറപ്പായി സുരക്ഷിതമായി ഇരിക്കുന്നുവെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ രാവിലെ നിന്റെ ജീവിതത്തിന്റെ സകലതും അവന്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. സമർപ്പണത്തോടെ കൊടുത്താട്ടെ, രൂപാന്തരത്തോടെ കൊടുത്താട്ടെ, ഒരുക്കത്തോടെ കൊടുത്താട്ടെ. അത് അനുഗ്രഹമാക്കി തീർക്കുന്ന സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഈ രാവിലെ നമുക്കായി ഉണ്ടെന്നുള്ള സത്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗതി നിയന്ത്രിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഹാമാനെ, നിന്റെ കാലഗതികൾ ദൈവത്തിന്റെ കയ്യിലാണെന്നുള്ളത് നീ മറന്നു പോകരുത്. മോർച്ചേക്കായെ, ചിലരൊക്കെ മറന്നുവെന്ന് നീ ചിന്തിക്കുമ്പോൾ അവന്റെ കാലഗതികൾ അവന്റെ സമയത്ത്, ഇൻ ഹിസ് ടൈം, that is the right time. ആമേൻ. അതാകട്ടോ ശരിയായ സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ രാവിലെ ദൈവം സ്നേഹിക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിനകത്ത് ചില ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കട്ടെ, നാം ചോദിക്കാറില്ലയോ, വൈ? 21 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മൂത്ത മകളെ ദൈവം ദാനമായി തരികയാണ്. അന്ന് എൻ്റെ മൂത്ത മകന് 1 വയസ്സ് പ്രായം. എൻ്റെ മൂത്ത മകൾ എന്ന് ഞാൻ പറയുമ്പോൾ, എൻ്റെ മകൾ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന ഒരു കുഞ്ഞാണ്. അവളുടെ 10ാം ക്ലാസ്സിലെ ജീവിതത്തിലാണ് ഞങ്ങൾക്ക് അവളെ മകളായി ദൈവം ദാനമായി തന്നത്. അപ്പനും അമ്മയും ഇല്ലാത്തൊരു കുഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മകളായി ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. ഞാൻ ഈ കാര്യം ചേർത്ത് പറയുമ്പോൾ, എവിടെ ജനിക്കണം, എവിടെ ജീവിക്കണം, എവിടെ മരിക്കണം, എവിടെ ആയിരിക്കണം, എവിടെയാണ് ജീവിതം എന്ന് തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവം തമ്പുരാനാണ്. ആരോരുമില്ലാതെ ജനിച്ചതായിരിക്കുന്ന ആ കുഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിലെ മൂത്ത മകളായി വന്നു കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ 22 വർഷമായി ഞങ്ങളുടെ മകളായി. ഞാൻ മറ്റൊരു സാക്ഷ്യം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അവളുടെ കാലഗതികൾ ദൈവത്തിന്റെ കയ്യിലായിരുന്നത് കൊണ്ട് കൃപയാൽ അവളുടെ അപ്പനും അമ്മയുമായി തീരുവാൻ ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തു. എൻ്റെ ഈ 47ാമത്തെ വയസ്സിൽ ഞാൻ തിരിഞ്ഞു നിന്ന് നോക്കി പറയുമ്പോൾ എനിക്കറിയാം, 8 വയസ്സ് പ്രായമുള്ളതായിരിക്കുന്ന ഒരു കൊച്ചുമകൻ്റെ വല്യപ്പനാണ് ഞാൻ. എന്നെ കാണുമ്പോഴേ ഒരു വല്യപ്പൻ്റെ പരിവമുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം. എൻ്റെ ഈ 47ാമത്തെ വയസ്സിൽ വയസ്സനായ ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ 8ാമത്തെ വയസ്സിൽ എൻ്റെ മുടി നരച്ചു തുടങ്ങിയതാണ്. എൻ്റെ 8ഉം 9ഉം 10ഉം പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ, പ്രത്യേക പ്രാർത്ഥനാ വിഷയം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആരും അറിയാതെ ഈ നരച്ച തലയിലേക്ക് കൈവച്ചിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ ഈ മുടിയൊന്ന് നീ കറപ്പിക്കണമേ. എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ മുടി കൂടുതൽ വെളുത്തതല്ലാതെ ഒരു മുടി പോലും കറച്ചിട്ടില്ല. അന്ന് ഞാൻ ചോദിച്ചു, ദൈവമേ, എന്തിനാ ഈ ചെറുപ്പത്തിലെ ഈ കുഞ്ഞു പ്രായത്തിലെ എൻ്റെ മുടിയെല്ലാം നരച്ചല്ലോ? അന്ന് എനിക്കൊരു മറുപടി കിട്ടിയില്ല കേട്ടോ. എന്നാൽ 2011 മെയ് മാസം 5-ാം തീയതി ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ മൂത്ത മകളെ കല്യാണത്തിനു വേണ്ടി എൻ്റെ മരുമകനായിരിക്കുന്ന കുഞ്ഞിൻ്റെ കരത്തിലേക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടൊരു കാര്യം പറഞ്ഞു. നാളുകൾക്ക് മുമ്പ് നീ പ്രാർത്ഥിച്ചൊരു ചോദ്യവും പ്രാർത്ഥനയും ഇല്ലയോ? എന്താ നിന്റെ മുടി നരച്ചതെന്ന്? ചെറുപ്രായത്തിൽ തന്നെ നരച്ചവനായ പ്രായമുള്ള മനുഷ്യനായി തീർന്നെങ്കിൽ മാത്രമേ ആ കുഞ്ഞിനെ പിടിച്ച് ആ ചെറുപ്പക്കാരൻ്റെ കരത്തിൽ കൊടുക്കുമ്പോൾ മറ്റാർക്കും ഒരു ചോദ്യമോ സംശയമില്ലാതെ അപ്പനായി നിന്റെ കരത്തിൽ നിന്ന് ആ കുഞ്ഞിനെ. 139-ാം സങ്കീർത്തനം എന്താ പറയുന്നത്? അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ, നിയമിക്കപ്പെട്ട നാടുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ നമ്മെക്കുറിച്ച് അപ്പച്ചനെല്ലാം കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിൽ വരണമെന്നും, ആ കുഞ്ഞിനെ ഞങ്ങൾ തന്നെ വളർത്തി അവളെ കെട്ടിക്കണമെന്നും, അവളുടെ അപ്പനും അമ്മയുമായി അവളുടെ കുഞ്ഞിൻ്റെ വല്യപ്പനും വല്യമ്മയുമായി ഒക്കെ തീരണമെന്ന്. ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ.
ഞാൻ പറഞ്ഞു വന്നപ്പോൾ ദൈവാത്മാവ് ഹേമിച്ചതുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞതാണ്. ദാവീദ് പറയുന്നു, മരുഭൂമിയിലാണോ, ദുർഘങ്ങളിലാണോ, ജീവിതത്തിന് ചില പ്രതിസന്ധികളാണോ, ഒരു നിമിഷം ഒന്ന് നിന്ന് ശോധന ചെയ്ത് അകർച്ചങ്ങൾ എന്തെങ്കിലും ദൈവത്തോട് ഏറ്റു പറയാനുണ്ടോ? എവിടെയെങ്കിലും വിശ്വസ്തതയ്ക്ക് കുറവ് വന്നു പോയിട്ടുണ്ടോ? ജീവിതത്തിൽ ബലം ക്ഷയിച്ചും അസ്ഥികൾ ക്ഷയിച്ചും പോയത് അകർച്യം മുഖാന്തരമാണോ? ഏറ്റുപറഞ്ഞാട്ടെ അവനോട്. ആ ഏറ്റുപറച്ചിൽ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുക. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഞാൻ നിന്നെ ശരണമാക്കുന്നു, നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ പാറയാണ്, നീ എൻ്റെ ഉറപ്പുള്ളവനാണ്, നീ എൻ്റെ ഗോപുരമാണ്, നീ എൻ്റെ ദൈവമാണ്. കാരണം എന്നാ? നിന്റെ ദയ, നിന്റെ നീതി, നിന്റെ കൃപ, നിന്റെ നന്മ. പ്രാർത്ഥനയോടെ ആരംഭിച്ച് സാക്ഷ്യത്തോടെ അവസാനിപ്പിക്കുന്ന ഒരു സങ്കീർത്തനം. എന്താ ആ സാക്ഷ്യത്തിന്റെ അവസാനത്തെ വരി? യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ മരുഭൂമിയുടെ നടുവിൽ, ദുർഘങ്ങളുടെ നടുവിൽ, ശോധനകളുടെ നടുവിൽ ധൈര്യപ്പെട്ടിരിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ദൈവമൈതലേ, ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ഗോഡ്സ് ടൈം ഇറ്റ് ഈസ് എ റൈറ്റ് ടൈം, ഗോഡ്സ് പ്ലാൻ ഇറ്റ് ഈസ് എ ബെസ്റ്റ് പ്ലാൻ. ദൈവത്തിന്റെ സമയവും ദൈവത്തിന്റെ പദ്ധതികളും അത് മനോഹരവും അത് കൃത്യവുമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുക കേട്ടോ, യഹോവയിൽ പ്രത്യാശയുള്ളവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. എന്താ കാരണം? നമ്മളുടെ കാലഗതികൾ അവന്റെ സുരക്ഷിതമായ കരത്തിലാകിയാൽ. ആമേൻ, ആമേൻ. ആ കാലഗതിക്കകത്ത് ഗോലിയാത്തുണ്ട് കേട്ടോ. ആ കാലഗതിക്കകത്ത് സഹോദരന്മാരുടെ ചില പീഡനങ്ങളും പോരാട്ടങ്ങളും ഉണ്ട്. ആ കാലഗതിക്കകത്ത് ചില മരുഭൂമിയിലൂടെ ഓടേണ്ടതായിട്ട് വരും. ആ കാലഗതിക്കകത്ത് ശൗല് നിന്നെ വെട്ടയാടിയെന്ന് വരാം. എന്നാൽ ആ കാലഗതിക്കകത്ത് തന്നെ നിന്റെ ജീവിതത്തിന്റെ രാജസ്ഥാനവും ഉണ്ടെന്നുള്ളത് നീ മറന്നു പോകരുത്. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഇപ്പോഴുള്ള കാലവും ഗതിയും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? ഹി മേക്സ് ഓൾ തിങ്സ് ബ്യൂട്ടിഫുൾ. സകലവും മനോഹരമാക്കി തീർക്കുവാൻ അവന് കഴിയും. എനിക്കറിയത്തില്ല, ഈ ദൈവസന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒറീസയിലോ സൗദിയിലോ ഹല്ലേലൂയ ബിലാസ്പൂരിലോ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ജീവിതത്തിന്റെ ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ പോകുന്ന ദൈവത്തിലെ ഒരു നിമിഷം അവിടെ ഒന്ന് പോസ് ചെയ്തേ, ജീവിതത്തെ ഒന്ന് നോക്കിക്കേ. മണ്ണിലേക്കല്ല, ചുറ്റുവട്ടത്തേക്കല്ല. മണ്ണിലേക്കും ചുറ്റുവട്ടത്തേക്ക് നോക്കുമ്പോൾ ഭീതിയും അപശ്രുതിയും ജീവിതത്തിന്റെ ചില പ്രശ്നങ്ങളുമാണ് കാണുന്നേ. എന്നാൽ നമ്മിലേക്ക് നോക്കിയാൽ നാം രൂപാന്തരപ്പെടുവാനിടയാകും. ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ നാം ഉറപ്പുള്ളവരായി തീരുവാനിടയാകും. അങ്ങനെയൊന്ന് നോക്കാമോ? ഇന്ന് രാവിലെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, കർത്താവെ, ദൈവവചനം എങ്ങനെ പങ്കുവെച്ചു എന്ന് എനിക്കറിയത്തില്ല. ആഗ്രഹിച്ച പലതുമല്ല പറഞ്ഞത്, എന്നാൽ നീ ആഗ്രഹിച്ച പലതും പറഞ്ഞു. ദൈവനാമം ഇതിനകത്തൂടെ മഹത്വപ്പെടുക്കണമേ. കർത്താവെ, അടിയങ്ങൾക്കും അത് അനുഗ്രഹമാക്കി തീർക്കണമേ. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. ഈ മിനിസ്ട്രിയെ അങ്ങ് വാഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന ദാസനെയും ദാസിയെയും കുഞ്ഞുങ്ങളെയും അവരുടെ ശുശ്രൂഷകളെയും അവർ ഏറ്റവും അനുഗ്രഹമായി തീരുന്നതിനായി സ്തോത്രം. ഇതിനകത്ത് വചനം കൊണ്ട് അനുഗ്രഹിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ ദാസിമാരെയും ദാസന്മാരെയും എല്ലാവരെയും ഇവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. കൃപ കൂടിയിരുന്നാട്ടെ. ദൈവനാമം മാത്രം മഹത്വമെടുത്താട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ഗാഡ് ബ്ലസ് യു. താങ്ക് യു വെരി മച്ച്.